വരുംകാലം ജനിതക ശാസ്ത്രത്തിൻ്റേതാണ്. അസുഖങ്ങളും ജനിതക വൈകല്യങ്ങളും ഇല്ലാത്ത, മരുന്നുകൾ വേണ്ടാതെയുള്ള, ആരോഗ്യമുള്ള, ആയുസ്സുള്ള മനുഷ്യകുലത്തിൻ്റേതാണ്. ഒരു ജീവിയുടെ സവിശേഷ ഗുണങ്ങൾക്ക് കാരണമായ അടിസ്ഥാന ഘടകമായ ജീനുകളെക്കുറിച്ചും പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം. ജൈവകോശത്തിലെ പ്രധാന കോശാംഗമായ മർമ്മത്തിലാണ് ജനിതക ഘടകമായ ജീൻ അടങ്ങിയിട്ടുള്ള DNA തന്മാത്ര ഉള്ളത്. ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക് എന്നീ 2 ശാസ്ത്രജ്ഞന്മാരാണ് DNAയുടെ ചുറ്റുഗോവണി മാതൃക ആദ്യമായി അവതരിപ്പിച്ചത്. DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ നിശ്ചിത ശ്രേണിയെയാണ് ജീൻ എന്ന് പറയുന്നത്. DNAയുടെ ഘടന: പഞ്ചസാര, ഫോസ്ഫേറ്റ് തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന ഇഴകളും നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്നുള്ള പടികളുമാണ് DNA തന്മാത്രക്കുള്ളത്. ന്യൂക്ലിയോടൈഡ്: DNAയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് ന്യൂക്ലിയോടൈഡ്. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സിറൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര, ഒരു നൈട്രജൻ ബേസ് തന്മാത്ര എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. DNAയിലെ ഇഴകളുടെ എണ്ണം 2. ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ: പഞ്ചസാര തന്മാത്ര, ഫോസ്ഫേറ്റ് തന്മാത്ര. പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ: നൈട്രജൻ ബേസുകൾ. വിവിധതരം നൈട്രജൻ ബേസുകൾ: അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ എന്നിവ. പടികൾ രൂപപ്പെടുന്ന വിധം: നൈട്രജൻ ബേസുകൾ ജോഡി ചേർന്ന്. നൈട്രജൻ ബേസുകൾ ജോഡി ചേരുന്ന വിധം: അഡിനിൻ തൈമിനുമായിട്ടും സൈറ്റോസിൻ ഗ്വാനിനുമായിട്ടും. ന്യൂക്ലിയോടൈഡിലെ തന്മാത്രകൾ: പഞ്ചസാര, ഫോസ്ഫേറ്റ് തന്മാത്ര, നൈട്രജൻ ബേസുകൾ. ന്യൂക്ലിയോടൈഡ് DNAയുടെ അടിസ്ഥാന ഘടകം. നൈട്രജൻ ബേസ്: നൈട്രജൻ അടങ്ങിയ ആൽക്കലി സ്വഭാവമുള്ള തന്മാത്രകൾ. പഞ്ചസാര തന്മാത്ര: ഡിയോക്സിറൈബോസ് എന്ന 5 കാർബൺ പഞ്ചസാര തന്മാത്ര. ഫോസ്ഫേറ്റ്: ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുന്നു. ക്രോമോസോം: DNAയും ഹിസ്റ്റോൺ എന്ന പ്രോട്ടീൻ തന്മാത്രകളും ചേർന്നതാണ് ക്രോമോസോമുകൾ. 8 ഹിസ്റ്റോൺ തന്മാത്രകൾ ചേർന്ന് ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോം ശൃംഖലകളെ വീണ്ടും ചുരുളുകളാക്കിയുമാണ് ക്രോമോസോമുകൾ രൂപപ്പെടുന്നത്. ഒരു ക്രോമോസോമിലെ സെൻട്രോമിയൽ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിഡുകൾ. മനുഷ്യരിലെ ക്രോമോസോമുകൾ: സ്വരൂപ ക്രോമോസോമുകളും ലിംഗനിർണയ ക്രോമോസോമുകളും. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന 22 ജോഡി സമരൂപ ക്രോമോസോമുകളാണ് സ്വരൂപ ക്രോമോസോമുകൾ. ജോഡികളിൽ ഒന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചാണ്. ലിംഗനിർണയത്തിന് കാരണമാകുന്ന ഒരു ജോഡി ക്രോമോസോമുകളാണ് ലിംഗനിർണയ ക്രോമോസോമുകൾ. ഇവ 2 തരമുണ്ട്: X ക്രോമോസോമുകളും വളരെ ചെറിയ Y ക്രോമോസോം. Y ക്രോമോസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിൽ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. ജീൻ: DNAയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് ജീവികളുടെ സ്വഭാവ സവിശേഷതകളെ രൂപപ്പെടുത്തുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും. RNA: ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിക്കപ്പെട്ട ഒറ്റ ഇഴയാണ് മിക്ക RNA തന്മാത്രകൾക്കുള്ളത്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ് പഞ്ചസാര, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡിനിൻ, ഗ്വാനിൻ, യുറാസിൽ, സൈറ്റോസിൽ എന്നിവയാണ് RNAയിലെ നൈട്രജൻ ബേസുകൾ. പ്രോട്ടീൻ നിർമ്മാണം: പ്രോട്ടീൻ നിർമ്മാണം 2 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ: DNAയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയായ ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ പ്രോട്ടീൻ നിർമ്മാണത്തിനാവശ്യമായ സന്ദേശമടങ്ങിയ mRNA അഥവാ മെസഞ്ചർ RNA രൂപപ്പെടുന്നു. ട്രാൻസ്ലേഷൻ: ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNAയിലെ നിർദ്ദേശമനുസരിച്ച് ട്രാൻസ്ഫർ RNAകൾ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലെത്തിക്കുന്നു. റൈബോസോമിൻ്റെ ഭാഗമായ റൈബോസോമൽ RNAകളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളെ നിർമ്മിക്കുന്നു.